കഴിക്കേണ്ട പരിപാടി കേട്ടോ. വെയിറ്റ് ചെയ്യണ കേട്ടാ, മാർക്കറ്റ് എങ്ങോട്ട് പോകുന്നു നോക്കാം. റെഡ് എടുത്തിട്ടുണ്ട് കേട്ടാ. ഷോർട്ടിൻ്റെ 1:2 അല്ല 1:3 ആണ്. അതായത് 1% ലോസും 3% പ്രോഫിറ്റും അങ്ങനത്തെ ചേരുന്ന കേട്ടാ. ഇത്ര നേരം വെയിറ്റ് ചെയ്ത പൊസിഷൻ തെറ്റായിരുന്നു. വീണ്ടും വെയിറ്റ് ചെയ്ത് ഇവിടെ വരെ നിൽക്കണമായിരുന്നു. വായ് വായ് മെന്റലി പൊട്ടിക്കണതാണോ അത്? മജ ആകിയാനാ കൊള്ളാം, ഒരു വെറൈറ്റി ഉണ്ട്. നേരെ ഇറങ്ങണം, ലൈറ്റ് കോഫി ടൈമായി. പിന്നെ അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഗായ്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. പിന്നെ എപ്പോഴും ഉള്ള ഹോബി ചെടി നോക്കുക, വേറെന്തര്. ഡ്യൂട്ടി കഴിഞ്ഞ്, ഇന്നത്തെ ഡ്യൂട്ടി കഴിഞ്ഞ് പോയി ഫുഡ് ഉണ്ടാക്കി, ചെറിയ ചെറിയ പരിപാടികൾ. ഇപ്പൊ കുളിക്കൂല കേട്ടാ, ഈ സമയത്ത് കുളിക്കാൻ ഭയങ്കര വെള്ളം ചൂട്. ഇപ്പോഴേ ചൂടായി കിടക്കും വെള്ളം. ഒന്നാമത് മുടി കൊഴിയാണ്, നല്ല മുടി കൊഴിയാണ്. ഇങ്ങനെ തല കുടയുമ്പോൾ തന്നെ 10-15 എണ്ണമൊക്കെയാണ് വീണത്. കഷണ്ടി ആവും തോന്നുന്നു മിക്കവാറും ഇവിടെ നിന്ന് പോകാൻ പോകുന്നതിന് മുമ്പേ. ഈ ഡൗട്ടുണ്ട്. ഇത് ഓണാക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ. അടുത്തെന്ന് പറഞ്ഞാൽ നേരെ പോയി മൊബൈലൊക്കെ ഒന്ന് ചാർജ് ചെയ്തിട്ട് സെറ്റപ്പാകും. അതെ, വേറെ ഒന്നുമില്ല. റെഡിയാക്കി കറിക്ക് വേണ്ടി വെക്കുകയും ചെയ്തിട്ടുണ്ട് കേട്ടോ. റെഡിയാവട്ട് ആയിക്കൊണ്ടിരിക്കുക, വേറെ പരിപാടി ഉണ്ട്. അയ്യോ അയ്യോ, അതൊക്കെ തന്നെ പരിപാടി. മുടി ഭയങ്കര കൊഴിച്ചില്ല കേട്ടോ. നട്ടയടിക്കണമെന്നുണ്ട്, അടുത്ത മാസം അടിക്കാം. കാരണം ഭയങ്കര മുടി കൊഴിച്ചില്ലേ. എങ്ങനെ ഫുഡ് റെഡിയാക്കി കേട്ടോ. നേരെ ഡ്യൂട്ടി കയറാൻ പോയാണ് കേട്ടോ. ടൈം ആവണേ ഉള്ളൂ. ഇന്ന് പിന്നെ വെള്ളവും കൊണ്ടുവന്നു കേട്ടോ. അത്യാവശ്യം വെള്ളത്തിൻ്റെ പരിപാടിയെല്ലാം തീരാറായിരുന്നു. അതുകൊണ്ട് പിന്നെ വെള്ളവും കൊണ്ടുവന്നു. ഞാൻ ഒന്നും പറഞ്ഞൊന്നുമില്ല, അവർ ചോദിച്ചില്ല. അവർ വെള്ളം എടുക്കുന്നു. സെക്യൂരിറ്റി ഒക്കെ എങ്ങനെയാണ്, തീരാറാകുമ്പോൾ ചില സമയത്തേ ചോദിക്കുകയുള്ളൂ, സമയത്ത് അവരിങ്ങനെ എടുത്തോണ്ട് വരും. നേരെ ഡ്യൂട്ടി കയറട്ടെ കേട്ടാ. സൺസെറ്റ് എന്തോ കാണാൻ വലിയ രസമൊന്നുമില്ല. അടുത്ത് പോയി ജസ്റ്റ് മാർക്കറ്റൊക്കെ ഒന്ന് അനാലിസിസ് ചെയ്ത് വെക്കും. അറന്തല്ലേ, ഇതൊക്കെ തന്നെ ഉള്ള പരിപാടി. നോക്കട്ടെ, ഇങ്ങനെ ഇരിക്കുന്ന കേട്ടോ. ഇതുപോലത്തെ ഒരു പിടിയില്ല. വെയിറ്റ് ചെയ്യണം കേട്ടോ. ഇതിലെ തട്ടി മേളിലോട്ട് പോവും എന്നതാണ് എൻ്റെ ഒരു നിഗമനം. ഇവിടെ തട്ടി തിരിച്ച് പോകുന്നതാണ് എൻ്റെ ഒരു നിഗമനം. നോക്കാം, വെയിറ്റിംഗ് ആണ് അതിനു വേണ്ടി. ഞാൻ പോയി ഇനി ആദ്യം ഒന്ന് ചെക്ക് ചെയ്തിട്ട്, ഇന്ന് താഴെ എന്തോ ടീം വന്നെന്ന് പറഞ്ഞാൽ, അപ്പൊ അതും ഞാൻ പോയി നോക്കട്ടെ എന്തിനാണ്. കുഴപ്പമൊന്നുമില്ല കേട്ടോ, ഓക്കെ ആണ് ഇവിടെ. ഇന്നെന്ന് പറഞ്ഞാൽ എന്തിര്, രാവിലെ ട്രെയിൻ എടുത്ത് SL ആയിരുന്നു. പിന്നെ അടുത്തുള്ളത് ജോലി ബേസ്, കുഴപ്പമില്ലാതെ പോയി. പിന്നെ ഇന്ന് നേരത്തെ ഉറക്കം വേണ്ടിയിട്ട് സീസൺ മാറിയായിരുന്നു. അപ്പോൾ ഇന്ന് കുറച്ചു നേരം CS കളിച്ചു, CS റാങ്ക് ഗെയിം കളിച്ചങ്ങനെ. പിന്നെ അടുത്ത് ഡ്യൂട്ടി കയറി ചെക്ക് ചെയ്യാൻ വന്ന്, ഇനിയിപ്പോൾ എല്ലായിടും ഒന്ന് റൗണ്ട് അടി ചെക്ക് ചെയ്യണം. ബാക്കിയൊന്നും വേറെ പരിപാടിയൊന്നുമില്ല ബാക്കി. പിന്നെ ഇവിടെയും കുഴപ്പമില്ല, ഓക്കെയാണ്. ഞാൻ ഇപ്പോൾ ഇവിടുത്തെ വീഡിയോ കൊണ്ട് സെറ്റാണ്. ഇവിടെ കുഴപ്പമില്ല കേട്ടോ, സെറ്റാണ് ഇവിടെ. ക്ലോറിനേഷൻ്റെ ഞാൻ അടുത്തുള്ളതെന്ന് പറഞ്ഞാൽ 2 മീറ്ററിൻ്റെയും ഇലക്ട്രിക് മീറ്ററും ഒരു ഔട്ട്ലെറ്റും. ഇത് രണ്ടും അടുത്ത് തന്നെ, ഇവിടെ തന്നെ എളുപ്പമാണ്. പിന്നെ അതും പോയി എടുക്കുക, എല്ലാം ഒന്ന് എഴുതി സെറ്റാകട്ടെ. ഇലക്ട്രിക് മീറ്ററിൻ്റെ ഫോട്ടോ എടുത്താൽ കേട്ടോ, ബാക്കി സെറ്റാണ്. റീഡിങ് എല്ലാം എഴുതി സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഇനി എന്തൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞുകൂടാ, എല്ലാം ഓക്കെ പോലെയാണ് ഇരിക്കുന്നത്. ബോൾ പറഞ്ഞനുസരിച്ച് ഇനി അഡ്ജസ്റ്റ് ചെയ്യണോ ഇല്ലയോ നോക്കാം. റൈഡ് നല്ലൊരു മൂവ്മെന്റ് ഉണ്ടായിരുന്നു.
അതും പോയി. എടുക്കാൻ പറ്റുമെന്ന് വെച്ചാൽ എനിക്കൊരു പിടിയില്ല. അത് ചിലപ്പോൾ എല്ലാം അടിക്കുമായിരിക്കും. ആ എന്നിട്ട് കാര്യമില്ല, നല്ലൊരു ട്രേഡ് ആയിരുന്നു അത് പറഞ്ഞിട്ട് കാര്യമില്ല ഇനി അത്. പിന്നെ അടുത്തുള്ളതെന്ന് പറഞ്ഞാൽ ബാക്കി എല്ലാം എഴുതി കഴിഞ്ഞ് അഡ്ജസ്റ്റ് ഞാൻ ചെയ്തില്ല, എല്ലാം അവൻ ചെയ്തത്. പിന്നെ ഇനി അടുത്തുള്ള എഡിറ്റിങ്, പിന്നെ സീസൺ മാറില്ല, ചെറിയൊരു ഗെയിം പ്ലേയും ഉണ്ട്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ഗൈസ്.